നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവന്റെ മുറ്റത്താണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇന്ദിരാഭവൻ ഇപ്പോൾ സജീവമായി ഉണർന്നു. വലിയൊരു പന്തൽ ഇവിടെ ഒരുങ്ങുകയാണ്. ഇതാണ് കട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന തലത്തിൽ കേരളത്തിന്റെ ജനവികാരം നാളെ തെളിയുമ്പോൾ ഈ ഇന്ദിരാഭവനിൽ വളരെ വിശാലമായ ഒരു പന്തൽ ഒരുങ്ങുന്നു. ഇവിടേക്ക് കടന്നു വരുന്ന പാർട്ടി നേതാക്കൾക്കും പാർട്ടിയുടെ പ്രവർത്തകർക്കും ഒക്കെ വിശാലമായ ഒരു LED സ്ക്രീനിൽ നാളെ ഫലപ്രഖ്യാപനം അപ്പോൾ കാണാം. നേതാക്കന്മാരൊക്കെ ഇന്ന് വൈകിട്ടത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. നാളെ മുതൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പോലും ഈ ഇന്ദിരാഭവനിൽ നിന്ന് നമുക്കിനി മുഴങ്ങിക്കേൾക്കും. ഇന്ദിരാഭവന്റെ പരിസരമൊക്കെ ഉണർന്നു കഴിഞ്ഞു. ഇവിടെയുള്ള കച്ചവടക്കാര്, ഇവിടെയുള്ള സാധാരണക്കാരൊക്കെ വലിയ തിരക്ക് നാളെ മുതൽ പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ നാളെ മുതൽ ഇന്ദിരാഭവനിലേക്ക് ഒഴുകിയെത്തും എന്നാണ് ഇവർ കരുതുന്നത്. മറുവശത്ത് AKG സെന്റർ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. പിണറായി വിജയൻ പിണറായിയിലെ വീട്ടിലിരിക്കുന്നു. MP ഗോവിന്ദൻ നാളെ രാവിലെ AKG സെന്ററിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ വലിയ നേതാക്കളൊന്നും AKG സെന്ററിൽ ഇപ്പോൾ ഇല്ല. മറുവശത്ത് ഇന്ദിരാഭവനിൽ ഇന്ന് വൈകുന്നേരം മുതൽ വളരെ സജീവമായ കാഴ്ചകളിലേക്ക് നമുക്ക് മാറാം. നാളെ രാവിലെ മുതൽ ഇവിടേക്ക് നേതാക്കന്മാരെത്തും. നാളെ ഫലപ്രഖ്യാപനം അപ്പോൾ ഇന്ദിരാഭവന്റെ ഈ വലിയ LED സ്ക്രീനിൽ വീക്ഷിക്കാൻ നേതാക്കന്മാരുടെ വലിയ നിരയുണ്ടാകും. മണ്ഡലങ്ങളില് മത്സരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ, പാർട്ടിയുടെ സിറ്റിംഗ് MLA മാർ, പുതുമുഖ താരങ്ങൾ അവരൊക്കെ അവരുടെ മണ്ഡലങ്ങളിൽ ഇരുന്ന് വോട്ടെണ്ണൽ വീക്ഷിക്കും. പ്രവർത്തകർക്കൊപ്പം നാളെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ശേഷം 2 ദിവസത്തിനുള്ളിൽ എല്ലാവരോടും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന 3 നേതാക്കൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് നാളെ തിരുവനന്തപുരത്തുണ്ടാകും. രമേശ് ചെന്നിത്തല ഉച്ചയ്ക്ക് 1 മണിയോടെ KPCC ഓഫീസിലെത്തും. ഹരിപ്പാട് തന്റെ വിജയ ആഹ്ലാദത്തിന് ശേഷം നേരെ തിരുവനന്തപുരത്തേക്ക് വന്ന KPCC ഓഫീസിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ ഇപ്പോൾ ഡൽഹിയിലാണ്. രാവിലെ തന്നെ KPCCയിലെത്തും. നേതാക്കന്മാരൊക്കെ എത്തുന്നതോടെ വലിയ ഉത്സവ പ്രതീതിയിലേക്ക് ഇന്ദിരാഭവൻ മാറുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഏതായാലും നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിശാലമായ പന്തൽ, ഒപ്പം വളരെ സജീവമായി പാർട്ടി ഉണരുന്ന കാഴ്ച. ഒരു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടത്താൻ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. നാളെ ഉച്ചയോടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ പ്രകടമാകാത്ത വലിയ ആവേശമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രകടമാകുന്നത്. പ്രവർത്തകരുടെ വലിയ ഒഴുക്കാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. നാളെ ഉച്ചതിരിയുന്നതോടെ പാർട്ടിയുടെ മുഖ്യ നേതാക്കളൊക്കെ തിരുവനന്തപുരത്തെത്തും. മന്ത്രിസഭ രൂപീകരണം ഉൾപ്പെടെയുള്ള ചർച്ചകൾ നാളെ തന്നെ തുടങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം. വലിയ വിജയപ്രതീക്ഷയിലാണ് പാർട്ടി. 80 മുതൽ 100 സീറ്റുകൾ വരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. പല വമ്പൻ അട്ടിമറികൾക്കും കേരളം നാളെ സാക്ഷ്യം വഹിക്കും.
ന്യൂസ്.